26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഭാവി ചുഴലിക്കാറ്റ് കിഴക്കൻ ചൈനയിലെ തീരദേശ നഗരമായ തായ്ഷൌവിൽ കരതൊട്ടു. ശക്തമായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി 2 മില്യണിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഭാവി ചുഴലിക്കാറ്റ് കിഴക്കൻ ചൈനയിലെ തീരദേശ നഗരമായ തായ്ഷൌവിൽ കരതൊട്ടു. ചൈനയിൽ കരകയറുന്നതിന് മുൻപ് ജപ്പാന്റെ തെക്കൻ ദ്വീപുകളിലും തായ്വാന്റെ വടക്കൻ മേഖലകളിലും ശക്തമായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങുന്ന ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാജ്യത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ചൈനയുടെ തീരങ്ങളിലേക്ക് അടിച്ചുകയറിയത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തായ്ഷൌ ഉൾപ്പെടുന്ന സെജിയാങ് പ്രവിശ്യയിൽ നിന്ന് മാത്രം 2 മില്യണിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അയൽ പ്രവിശ്യയായ ഫുജിയാനിൽ നിന്നും ബെയ്ജിംഗിൽ നിന്നും 1,00,000-ലധികം ആളുകളെയും ഷാങ്ഹായിൽ നിന്ന് 34,000 പേരെയും ഒഴിപ്പിച്ചു. കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുമ്പോഴും മുൻ വർഷങ്ങളിലെ അനുഭവ പരിചയമുള്ളതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും നിർദ്ദേശമുണ്ട്. ആവശ്യമായ വെള്ളവും ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച് വീടുകളിൽ കഴിയണമെന്നാണ് നിർദ്ദേശം. അതിശക്തമായ ഭാവി ചുഴലിക്കാറ്റ് കരയോടടുക്കുന്ന പശ്ചാത്തലത്തിൽ വൻ മുൻകരുതൽ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. ദുരന്ത സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി തീരദേശ പ്രവിശ്യകളിലെ സ്കൂളുകൾ, ഓഫീസ് ജോലികൾ, പൊതുഗതാഗതം, പുറം ജോലികൾ എന്നിവ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ജനങ്ങൾ പൂർണ്ണമായും വീടുകളിൽ തന്നെ തുടരണമെന്നാണ് നിർദ്ദേശം. 400 വിമാന സർവീസുകളും നിരവധി ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമായി വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഒരാഴ്ചക്കിടെ ചൈനയിൽ വീശിയടിക്കുന്ന രണ്ടാമത്തെ ശക്തമായ ചുഴലിക്കാറ്റാണ് ഭാവി. മാത്രമല്ല, പതിറ്റാണ്ടുകൾക്കിടയിൽ മേഖല ദർശിക്കുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിലൊന്നാണ് ഭാവിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ജപ്പാനിലെ ഒക്കിനാവ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന ഇഷിഗാക്കി ദ്വീപുകളിൽ മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത്. കാറ്റിന്റെ വേഗത ചിലയിടങ്ങളിൽ 198 കിലോമീറ്റർ വരെ ഉയർന്നേക്കാമെന്ന് ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.